നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കോണ്ടംപററി വേൾഡ് സെലക്ടഡ് തീംസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് ദ കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്നാണ്. അതായത് ഒന്നാമത്തെ യൂണിറ്റില് നമ്മൾ രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ആഫ്റ്റർമത്ത് രൂപീകരിച്ച സംഘടനകൾ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾഡ് വാർ, ശീതയുദ്ധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഇമ്പാക്റ്റുകൾ, പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ കോൾഡ് വാറിന്റെ ഒരു ഒറിജിൻ, ഉത്ഭവം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള രാഷ്ട്രീയപരവും അതുപോലെ ആശയപരവും, കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും അല്ലെ, രണ്ട് വിരുദ്ധമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ്. അപ്പൊ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സംഘടനവും ഒക്കെ സംഘർഷമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയം അങ്ങേയറ്റം കലുഷിതമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു രണ്ടാം ലോക യുദ്ധാനന്തരം സംജാതമായിരുന്നത്. അപ്പോൾ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ, മൂലധന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ഉപാസിച്ചു പോകുന്ന ഒരു രാജ്യവും, അതുപോലെ തന്നെ USSR കമ്മ്യൂണിസത്തെ മുൻനിർത്തി, കമ്മ്യൂണിസം എന്ന ആശയത്തെ മുൻനിർത്തി പോകുന്ന ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ട് USSR. അപ്പോൾ ഇവർ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കിടയിൽ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ നമുക്കറിയാം, രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്നത് അങ്ങേയറ്റം വിനാശകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തില് ഒരു ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും വല്ലാത്ത ഒരു ഭയത്തിന്റെ മൂശയിലേക്ക് വീണുപോയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഒരു മൂന്നാം ലോക യുദ്ധം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സോവിയറ്റ് യൂണിയൻ ഒരു ചേരിയിലും അതുപോലെ തന്നെ അമേരിക്ക, അതായത് US മറ്റൊരു ചേരിയിലേക്കും വരുന്നു. അപ്പൊ USSR ചേരികൾ, രണ്ട് വിരുദ്ധ ചേരികൾ, ശാക്തിക ചേരികളായിട്ട് ലോകം മാറി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തില് മറ്റൊരു യുദ്ധം ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ടുള്ള, അതായത് ആയുധങ്ങൾ വെച്ച് നേരിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കുകയും എന്നാൽ ആശയപരമായിട്ടുള്ള സംഘടനകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ, അണുവായുധ മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഈ ശീതയുദ്ധം അല്ലെങ്കിൽ ശീത സമരകാലം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു പദം ബെർണാഡ് ബറൂച്ച് ആണ് ഈ ഒരു പദം കോയിൻ ചെയ്യുന്നത്, ഈ കോൾഡ് വാർ എന്ന ഒരു ടേം ഒക്കെ കോയിൻ ചെയ്യുന്നത്. ഇനിയൊരു യുദ്ധം വന്നാൽ നമുക്ക് വിജയിക്കണം എന്ന ഒരു ചിന്ത രണ്ട് സഖ്യങ്ങളുടെ ഇടയിലും രൂപപ്പെടുകയും അതുകൊണ്ട് തന്നെ പരമാവധി ആയുധങ്ങളൊക്കെ സംഭരിച്ചു വെക്കാനുള്ള ഒരു ത്വര ഇരു സഖ്യങ്ങൾക്കും ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് US സഖ്യം വളരെയേറെ ആയുധങ്ങളൊക്കെ സംഭരിച്ചുകൊണ്ട് ഇരിക്കുകയും അതുപോലെ തന്നെ കമ്മ്യൂണിസം എന്ന ആശയത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി കഠിനമായ പ്രയത്നം ചെയ്യുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ അമേരിക്ക അണുബോംബ് വികസിപ്പിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രത്യേകമായ സിറ്റുവേഷൻ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് കിഴക്കൻ യൂറോപ്പില്, ഈ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ്. കിഴക്കൻ യൂറോപ്പ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ സഖ്യത്തില് അല്ലെങ്കിൽ സോവിയറ്റ് കക്ഷികളായിട്ടുള്ള രാഷ്ട്രങ്ങളിലാണ് കിഴക്കൻ യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. അതേസമയം പടിഞ്ഞാറൻ യൂറോപ്പ് ആകട്ടെ അമേരിക്കൻ സഖ്യത്തിലായിരുന്നു, അമേരിക്കയോടായിരുന്നു ചായ്വുണ്ടായിരുന്നത്. അപ്പൊ ഈ പടിഞ്ഞാറൻ യൂറോപ്പ് വളരെ സാമ്പത്തികമായിട്ട് മുന്നോക്കാവസ്ഥയിലും കിഴക്കൻ യൂറോപ്പ് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലും ആയിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ കിഴക്കൻ യൂറോപ്പിന്റെ നിയന്ത്രണം സ്ഥാപിച്ചു. അപ്പൊ കിഴക്കൻ യൂറോപ്പ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? പോളണ്ട്, ഹംഗറി, റൊമേനിയ, ബൾഗേറിയ, അതുപോലെ ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, ജർമ്മനിയുടെ ഈസ്റ്റേൺ ഭാഗം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയാണ് ഈ സോവിയറ്റ് യൂണിയന് ഉണ്ടായിരുന്നത്. അതായത് സോവിയറ്റ് യൂണിയന്റെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല്, സോവിയറ്റ് യൂണിയൻ ഒരു സാറ്റലൈറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെ സ്ഥാപിച്ചു. ഇവിടെ ഈ ഒരു ഘട്ടത്തില് കമ്മ്യൂണിസം എന്ന ആശയം പ്രചരിക്കുന്നതിനെ
വിൻസ്റ്റൺ ചർച്ചിലൊക്കെ ഉൾപ്പെടെയുള്ള US-ന്റെ നേതാക്കളൊക്കെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ അയൺ കർട്ടൻ എന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു നയമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടം കൂടിയാണ് ഇത്. ഇനി ഗ്രീസില് സിവിൽ വാർ, ആഭ്യന്തര യുദ്ധം ഉണ്ടായതും ഈ ഒരു കാലഘട്ടത്തിലാണ്. 1946 മുതൽ 3 വർഷത്തേക്ക് 49 വരെയുള്ള കാലഘട്ടത്തിലാണ് ഗ്രീസ് സിവിൽ വാർ ഉണ്ടാകുന്നത്. ഇവിടെയും ഇരുപക്ഷങ്ങളിലായിട്ട് തന്നെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ USA-യും UK-യും ബ്രിട്ടനും ഒരു സഖ്യമാവുകയും അവര് കമ്മ്യൂണിസ്റ്റ് വിമതരായിട്ട് വരികയും ചെയ്ത ഒരു യുദ്ധമായിരുന്നു ഇത്. അപ്പൊ ഇവിടെ ഗ്രീസ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഗ്രീസിലെ ആഭ്യന്തര യുദ്ധം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് അന്താരാഷ്ട്ര തലത്തിലേക്ക്, അതായത് നമുക്ക് രണ്ടാം ലോക യുദ്ധം പോലെ അല്ലെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിന്റെ ആ ഒരു തുടക്കകാലത്ത് ഉണ്ടായതുപോലെയുള്ള, രണ്ടാം ലോക യുദ്ധം പോലെയൊന്നും രൂക്ഷമായില്ലെങ്കിൽ പോലും അതിന്റെ ഒരു തുടക്കകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികള് ലോകത്ത് ഈ ഘട്ടത്തില് സംജാതമായി. ഇപ്പൊ കോൾഡ് വാറിലെ ആദ്യത്തെ വലിയ സംഘർഷം, കോൾഡ് വാർ കാലഘട്ടത്തിലെ ആദ്യത്തെ വലിയ സംഘർഷം എന്ന് പറയുന്നത് ഈ ഗ്രീസ് ആഭ്യന്തര യുദ്ധം തന്നെയായിരുന്നു. ഇനി ഈ ഒരു കാലഘട്ടത്തിലാണ് ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറയുന്ന ട്രൂമാൻ പോളിസി എന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത്. 1947 ട്രൂമാൻ സിദ്ധാന്തം. ഹാരി എസ് ട്രൂമാൻ ആണ്, അദ്ദേഹം US പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അതായത് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല്, ട്രൂമാൻ പോളിസിയുടെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ: കമ്മ്യൂണിസം എന്ന ആശയത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാൻ ഏത് തരത്തിലുള്ള സഹായവും ആർക്കും നൽകും എന്നതായിരുന്നു ട്രൂമാൻ പോളിസിയുടെ രത്നചുരുക്കം. എന്ന് വെച്ചാല് USSRന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഏത് രാഷ്ട്രത്തിനും സാമ്പത്തികവും അതുപോലെ തന്നെ ആയുധം കൊണ്ടും ഒക്കെയുള്ള സഹായം US ചെയ്യും എന്നുള്ളത് USA-ക്ക്. അപ്പൊ അവരുടെ ഒരു പോളിസി അതായിരുന്നു. അപ്പൊ അങ്ങനെ അപ്രകാരം ഇവര് സൈനിക സഹായം നൽകിയ രാജ്യങ്ങളാണ് ഗ്രീസും തുർക്കിയും ഒക്കെ. ഇപ്പൊ ഗ്രീസിലെ ആഭ്യന്തര യുദ്ധകാലത്തിൽ USSR ആണ് ഒരു സൈഡിലുള്ളത്. ബ്രിട്ടന്റെ കമ്പനിയോട് കൂടിയിട്ട് USSRനെതിരെ ഗ്രീസിനെ സഹായിക്കുന്നു. ഇങ്ങനെയാണ് ആ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു ഗതി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഭാഗം തന്നെയാണ് കണ്ടെയ്ൻമെന്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ കണ്ടെയ്ൻമെന്റ് പോളിസി, അതായത് ഈ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രങ്ങളെ, അതിന്റെ ഒരു അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത് പോകുന്ന അങ്ങനെയുള്ള രാഷ്ട്രങ്ങളാണ് ഈ വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിരുന്നത്, പടിഞ്ഞാറൻ യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ സംജാതമായ മറ്റൊരു പ്രതിസന്ധിയാണ് ബെർലിൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. 48-49 കാലഘട്ടത്തിലാണ് ബെർലിൻ പ്രതിസന്ധി. നമുക്ക് വളരെ പരിചിതമാണ് അല്ലെ? ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ബെർലിൻ പ്രതിസന്ധി. അപ്പൊ ജർമ്മനിയെ 4 മേഖലകളായിട്ട് വിഭജിച്ചിട്ടാണ് ഈ രണ്ടാം ലോക യുദ്ധാനന്തരം ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഘട്ടത്തില് ബെർലിനും വിഭജിച്ചു. അതായത് ബെർലിൻ നഗരത്തിലൂടെ ഒരു മതില്, ബെർലിൻ മതിൽ എന്ന പേരിൽ ഒരു മതില് കിട്ടി. അപ്പൊ ഈ ഒരു ബെർലിൻ മതില് ആണ് ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിന്നിരുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ പാശ്ചാത്യ ബെർലിനിലേക്കുള്ള വഴികളെല്ലാം അടച്ചു. ഈ മതില് കെട്ടിയിട്ടാണ് അടച്ചിരുന്നത്. അപ്പൊ ഇതില് അമേരിക്ക ബെർലിൻ എയർലിഫ്റ്റ് എന്ന പേരില് ഭക്ഷണവും അതുപോലെ ഇന്ധനങ്ങളും വിമാനങ്ങളിലൂടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. എന്ന് വെച്ചാല് USSR അങ്ങോട്ടേക്ക് ബ്ലോക്കേഡ് സൃഷ്ടിച്ചതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഇവരെന്ത് ചെയ്തു? എയർക്രാഫ്റ്റുകൾ വഴി അങ്ങോട്ടേക്ക് ഭക്ഷണവും വെള്ളവും ഇന്ധനങ്ങളും ഒക്കെ എത്തിക്കുന്ന, മെഡിസിനൊക്കെ എത്തിക്കുന്ന ഒരു നയം രൂപീകരിച്ചു. അപ്പൊ ഇത് സോവിയറ്റ് യൂണിയൻ ഈ ഒരു എയർലിഫ്റ്റിനെ പരാജയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുപോയി. അപ്പൊ ഇത് മറ്റൊരു വലിയ ബെർലിൻ പ്രതിസന്ധിയായിട്ട്, പിന്നീട് USSRന്റെ പതനവും ബെർലിൻ മതിലിന്റെ തകർച്ചയൊക്കെ നമുക്ക് പിൽക്കാലത്ത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജർമ്മനിയുടെ വിഭജനം, അതായത് പാർട്ടീഷൻ ഓഫ് ജർമ്മനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട. അപ്പൊ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനി 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. വെസ്റ്റ് ജർമ്മനി, അതായത് USA-യും ഫ്രാൻസും UK-യും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പടിഞ്ഞാറൻ ഭാഗവും, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ ഭാഗവും, ഇങ്ങനെ 2ആയിട്ട് ജർമ്മനി
വിഭജിച്ചു. അപ്പൊ ഈസ്റ്റ് ബെർലിനും അതുപോലെ വെസ്റ്റ് ബെർലിനും എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഇതിനു മുൻപ് നമ്മളൊരു 4 വിഭജനത്തിന്റെ ഘട്ടം പറഞ്ഞു. അതിനുശേഷം വരുന്നതാണ് ഈ ഈസ്റ്റ് ബെർലിനും വെസ്റ്റ് ബെർലിനും എന്ന പേരിൽ ജർമ്മനിയെ വിഭജിക്കുന്നത്. കോൾഡ് വാർ ഈ ഒരു വിഭജനത്തിന്റെ പ്രതീകമായിട്ട് പിന്നീട് 1961 അല്ലെ 61 ബെർലിൻ മതിൽ തകർക്കുന്നുണ്ട്, അത് നശിപ്പിക്കുന്നുണ്ട്. ഇനി കോൾഡ് വാർ കാലത്തെ പ്രധാനപ്പെട്ട മറ്റു ചില സംഭവ വികാസങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ആണവ ശക്തികളുടെ വ്യാപനമായിരുന്നു. അതായത് ന്യൂക്ലിയർ പവർ സ്പ്രെഡ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ആദ്യമായിട്ട് ആണവായുധങ്ങൾ വികസിപ്പിച്ചത് യു എസ് തന്നെയാണ്, അമേരിക്ക തന്നെയാണ്. 1945 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അണുബോംബ് വർഷിക്കുന്നതൊക്കെ നമ്മൾ 2ാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആണവായുധം ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കുന്നത് ആദ്യം ചെയ്യുന്നത് ആരാണ്? അമേരിക്ക തന്നെ ആയിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ, അതായത് ഒരു 1949 ഒക്കെ ആയപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയനും ഈ ഒരു ആണവായുധ തന്ത്രങ്ങളൊക്കെ കൈവശപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് UK വരുന്നുണ്ട്, ഫ്രാൻസ്, പിന്നീട് ചൈന, ഇവരൊക്കെ തന്നെ ന്യൂക്ലിയർ പവേഴ്സ് ആയിട്ട് പിന്നീട് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾക്കിടയിൽ ആണവ മത്സരങ്ങൾ, ഏറ്റവും കൂടുതൽ അണുവായുധങ്ങൾ സംഭരിക്കുന്നതിനോ അതിന്റെ കസ്റ്റോഡിയൻ ആവുക എന്നത് രാഷ്ട്രങ്ങളുടെ പ്രസ്റ്റീജിന്റെ വിഷയവും, മറ്റൊന്ന് അവർ സ്വയം വിശ്വസിച്ചത് അത് അവരുടെ സുരക്ഷയുടെ വിഷയമാണെന്നാണ്. അതായത് US-ന്റെ കയ്യിൽ ആണവായുധങ്ങൾ കുന്നുകൂടുന്നത് USSR-നെ ഭയപ്പെടുത്തും. അപ്പൊ അവരും മാക്സിമം അണുവായുധങ്ങൾ സംഭരിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഇനി മറ്റൊരു വിഷയം സ്പൈ ക്രൈസിസ് ആണ്. അതായത് ചാര പ്രശ്നം, ചാരന്മാരെ കൊണ്ടുണ്ടാവുന്ന പ്രതിസന്ധി, അതായിരുന്നു രണ്ടാമത്തെ. അപ്പൊ US-ഉം USSR-ഉം തമ്മിൽ ഈ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ശക്തമായിട്ട് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. IS ഒക്കെ പോലെയുള്ള രഹസ്യ ചാര സംഘടനകൾ ഈ ഒരു കാലഘട്ടത്തില് സ്പൈ പ്ലെയിൻ ഇൻസിഡൻസ് ഒക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോ 1960 ഒരു USSR-ന്റെ ഒരു ചാരവിമാനം വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സംഭവം ഉണ്ടായി. USSR അമേരിക്കയുടെ ഒരു ചാരവിമാനം വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഒരു കണിക പോലും ഇരു രാഷ്ട്രങ്ങൾക്കിടയിലും വിശ്വാസം അവശേഷിക്കാത്ത ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചു. ഇത് ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമായി. അതുപോലെ തന്നെ ചൈനയില് ഈ കമ്മ്യൂണിസത്തിന്റെ വിജയം എന്ന് പറയുന്നത് മാവോ സെതുങ്ങിന്റെ ഒക്കെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നുണ്ട് അല്ലെ. 49 നമ്മളത് പഠിച്ച ചരിത്രം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് അമേരിക്കയുടെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് കണ്ടെയ്ൻമെന്റ് ഓഫ് ഈ കമ്മ്യൂണിസം എന്ന ആശയത്തെ പ്രിവെന്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ ചൈനയില്, ഏഷ്യയില് ഒരു രാജ്യത്ത് വീണ്ടും കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ആഗോളതലത്തില് തീർച്ചയായിട്ടും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നു. അങ്ങനെ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായത് USA-ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ഏഷ്യയില് കമ്മ്യൂണിസം വ്യാപിക്കുന്നതിന് കാരണമായി. ഈ ഘട്ടത്തിൽ തന്നെയാണ്, അതായത് 1950-53 കാലഘട്ടത്തിലാണ് കൊറിയൻ യുദ്ധം വരുന്നത്. അതായത് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധം. അപ്പൊ ഉത്തര കൊറിയ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവും അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയ എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രവുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ എന്താണ്, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള, രണ്ട് വിരുദ്ധ ആശയങ്ങളെ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ നോർത്ത് കൊറിയയ്ക്ക് തീർച്ചയായിട്ടും USSR-ഉം ചൈനയും പിന്തുണ കൊടുത്തു. അതുപോലെ തന്നെ സൗത്ത് കൊറിയയ്ക്ക് USA-യും യുണൈറ്റഡ് നേഷൻസ് നേതൃത്വത്തിലുള്ള ആ ഒരു സംഘവും എന്ത് ചെയ്തു, പിന്തുണ കൊടുത്തു. അപ്പൊ യുദ്ധം അവസാനം ഒരു സമനിലയിൽ അവസാനിച്ചു. നമുക്ക് അറിയാം, ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും വിഭജിക്കുന്ന 38 പോയിന്റ് ലൈൻ എന്ന് പറയുന്ന ഒരു പാരലൽ ലൈൻ എന്ന് പറയുന്ന ഒരു ജല അതിർത്തി ഉണ്ട് അല്ലെ. അപ്പൊ ഈ അതിർത്തിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ആ യുദ്ധം ബാഹ്യ ഇടപെടലുകളോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു സമനിലയില് ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് പിന്നീട് ചെയ്യുന്നത്. എന്തായാലും ഇതേ തുടർന്നാണ് ഈ 38 പാരലൽ ലൈൻ എന്ന അതിർത്തി രേഖ രൂപപ്പെടുന്നത്. ഇനി ഇന്റൻസിഫിക്കേഷൻ ഓഫ് കോൾഡ് വാർ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. ഈ കോൾഡ് വാറിനെ കൂടുതൽ അതിന്റെ ഏറ്റവും
ഉന്നത തലത്തിലേക്ക് കൊണ്ടുവന്ന സംഭവ വികാസങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ആംസ് റേസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ സ്പൈ വർക്കുകൾ അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തി. ലോകം കൃത്യമായിട്ട് 2 ബ്ലോക്കുകളായിട്ട് വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് മുതലാളിത്ത ബ്ലോക്കും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും, ഇങ്ങനെ 2 ബ്ലോക്കുകൾ രൂപീകരിക്കപ്പെട്ടു. ഇപ്പോൾ US ബ്ലോക്കും USSRന്റെ ബ്ലോക്കും. അതുപോലെ തന്നെ ഏഷ്യയില് സൈനിക സഖ്യങ്ങള് നമ്മൾ മുൻപ് പഠിച്ചു, നാറ്റോയെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. ഇപ്പൊ സീറ്റോ സെന്റോ തുടങ്ങിയ സഖ്യങ്ങള് രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പൊ സീറ്റോ 1954 സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന സീറ്റോ രൂപീകരിക്കുന്നത്. അതുപോലെ സെന്റോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി CIA, അത് അമേരിക്കയുടെ ഒരു സ്പൈ ഏജൻസിയാണ്. ഈ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എന്ന അമേരിക്കയുടെ ഏജൻസിയാണ് CIA. അപ്പോൾ ഈ CIAയുടെ പങ്ക്, അതായത് കോൾഡ് വാറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൽ CIAയുടെ പങ്ക് എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പൊ ചാരപ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റെ തടയാനുള്ള രഹസ്യ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആയിരുന്നു CIA. അപ്പോൾ ഇവിടെ പല രാഷ്ട്രങ്ങളിലെയും സർക്കാരുകളെ അട്ടിമറിക്കാനും പുതിയ സർക്കാരുകള് പാവ സർക്കാരുകൾ രൂപീകരിക്കുന്നതിനും ഒക്കെ തന്നെ ഈ CIAയുടെ പങ്ക് പശ്ചിമേഷ്യയിലൊക്കെ അമേരിക്കയുടെ പാവ സർക്കാരുകളെ സ്ഥാപിക്കുന്നതിലൊക്കെ ഈ CIAക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഇനി മറ്റൊന്നാണ് വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാമിലെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വിഷയം. നമ്മൾ കൊറിയയുടെ കേസിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നോർത്ത് വിയറ്റ്നാം, അതായത് കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള നോർത്ത് വിയറ്റ്നാമും US-ന്റെ പിന്തുണയുള്ള സൗത്ത് വിയറ്റ്നാമും. തീർച്ചയായിട്ടും നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെയും വരുന്നത്. ഇവിടെ യുദ്ധം, വളരെ ശക്തമായിട്ടുള്ള യുദ്ധമുണ്ടായി, ഒരുപാട് ആളപായമൊക്കെ ഉണ്ടായ യുദ്ധമുണ്ടായി. ഇതില് നോർത്ത് വിയറ്റ്നാം വിജയിച്ചു. ഇനി വിയറ്റ്നാം ഒന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മാറുകയും ചെയ്തു. അതായത് നോർത്ത് വിയറ്റ്നാം എന്ന് പറയുന്നത് USSRന്റെ അണ്ടറിലാണ്, അല്ലെ, കൺട്രോളിലാണ്. സോ എന്താണ് ചെയ്തത്, ഇവരാണ് വിജയിക്കുന്നത്. അപ്പോൾ മൊത്തം വിയറ്റ്നാമിനെ ഏകീകരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ട് വിയറ്റ്നാം പിന്നീട് ഉയർന്നു വരുന്നു. ഇവിടെ USA-ക്ക് കടുത്ത നഷ്ടം, സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അതുപോലെ കോൾഡ് വാറിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘർഷമായിട്ട് ഇത് വരികയും ചെയ്തു. അതോടുകൂടി തന്നെ കോൾഡ് വാർ ഏകദേശം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. ഇനി ഇതിന്റെ അവസാന ഘട്ടത്തില് അറബ് ലോകത്തും ചില സംഘർഷങ്ങൾ, അതായത് ഇസ്രായേലിന്റെ ആയി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തില് അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. 1948 ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഈജിപ്റ്റ്, സിറിയ, ജോർദാന് തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങള് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അതായത് 1948 അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. 67 സിക്സ് ഡേ വാർ എന്ന പേരിലെ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ 1973 യോം കിപ്പൂർ വാർ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇസ്രായേലിന് US ആണ് പിന്തുണ കൊടുത്തിരുന്നത്. USSR അറബ് രാഷ്ട്രങ്ങൾക്കും പിന്തുണ കൊടുത്തു. തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ യുദ്ധങ്ങളുടെയും ഒരു ഗതി തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് 2 ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് തന്നെ ഇതും മാറുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആഗോളതലത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി വരുന്നത്. ഇത് സോവിയറ്റ് യൂണിയന് ക്യൂബയില് ചില അണു മിസൈലുകള് സ്ഥാപിച്ചു. അപ്പൊ ഇത് യുണൈറ്റഡ് നേഷൻസിന്, അതായത് അമേരിക്കയ്ക്ക് ഇതില് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. US-ന്റെ ജോൺ എഫ് കെന്നഡിയും അതുപോലെ തന്നെ USSRന്റെ ക്രൂഷ്ചേവും ഒക്കെ തമ്മിലാണ്, അവരായിരുന്നു ഈ കാലത്തെ രാഷ്ട്ര നേതാക്കള്. അപ്പൊ ഇത് ഈ USSRന്റെ ഈ ഒരു ക്യൂബയിലേക്ക് മിസൈൽ സ്ഥാപിക്കാനുള്ള ഈ നീക്കത്തെ കെന്നഡി, അതായത് USA ശക്തമായിട്ട് അപലപിച്ചു. അപ്പൊ ലോകം ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തി എന്നുള്ള ഒരു തോന്നല് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടായി. 1980 കൂടിയിട്ട്
കോൾഡ് വാർ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നു. ഇതിന് പല സാഹചര്യങ്ങളും ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. റഷ്യയിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അതുപോലെ ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ കാലങ്ങൾ നിലനിന്ന് കഴിയുമ്പോൾ, ഏകദേശം 10 വർഷത്തോളം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രങ്ങളൊക്കെ തന്നെ അവരുടേതായ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവരുടേതായ ഒരു ജീവിതത്തിലേക്ക് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനം റഷ്യയിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം തന്നെയായിരുന്നു. റഷ്യയില് മിഖായേൽ ഗോർബച്ചേവിന്റെ നേതൃത്വത്തില് ചില പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക തുടങ്ങിയ പേരിലൊക്കെ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു തുറന്ന നയമായിരുന്നു. പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് ഒക്കെ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നയമാണ്. അപ്പൊ ഇവിടെ ഈ ഘട്ടത്തില് രാഷ്ട്രത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ ഈ ആംസ് റൈസ് ഒക്കെ കുറഞ്ഞു. അതുപോലെ റഷ്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ ഈ ഘട്ടത്തില് ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഒരുപാട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കൂടെ ആയിരുന്നു. അപ്പൊ അതോട് കൂടിയിട്ട് 1991 സോവിയറ്റ് യൂണിയന്റെ പതനം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഈ കോൾഡ് വാറും അവസാനിച്ചു. 1991 ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, അതായത് സോവിയറ്റ് യൂണിയന്റെ പതനം സംഭവിക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക തകർച്ച തന്നെയായിരുന്നു. അതുപോലെ അവിടെ ദേശീയത ഉയർന്നു വരാൻ തുടങ്ങി, നാഷണലൈസേഷൻ ഉയർന്നു വരാൻ തുടങ്ങി. അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അസംതൃപ്തി ജനങ്ങൾക്കിടയിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി USSRന്റെ പതനം സംഭവിച്ചു. ഇനി 1989 കൂടിയിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പലതും പകരുന്നുണ്ട്. അതായത് പോളണ്ടിലും ഹംഗറിയിലും റൊമേനിയയിലും ഈസ്റ്റ് ജർമ്മനിയിൽ, അതായത് സോവിയറ്റ് യൂണിയന്റെ ഒരു പ്രഭാവം നിലനിന്നിരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസത്തെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ബെർലിൻ മതിലിന്റെ പതനമൊക്കെ തന്നെ ഈ ഒരു സോവിയറ്റ് യൂണിയന്റെ പതനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൂട്ടി വായിക്കേണ്ട സംഭവ വികാസങ്ങൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് വളരെ വിശദമായിട്ടുള്ള ഒരു വായന ആവശ്യമുള്ള ഒരു മേഖലയാണിത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.